ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്വം നമ്മുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അത് പ്രവർത്തനങ്ങളെ സ്വാധീനിക്കേണ്ട രൂപവും എപ്രകാരമായിരിക്കണം എന്നതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇതിൽ രണ്ടു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തേത് തൗഹീദാണ്. എല്ലാ അർത്ഥത്തിലും ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം വകവെച്ച് നൽകുക എന്നതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാക്കുകളിൽ, പരാമർശങ്ങളിൽ അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് ചേർത്ത് പറയാതിരിക്കുക. പ്രത്യേകിച്ച് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ അത് തള്ളിമാറപ്പെടുമ്പോൾ അതിന്റെ മഹത്വവും അതല്ലെങ്കിൽ അതിന്റെ അർഹതയും സൃഷ്ടികളിലേക്ക് മാത്രം ചേർത്ത് പറയുക എന്നുള്ളത്, അതല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം സൃഷ്ടികളെ പറയുക എന്നുള്ളത്, രണ്ടും ഒന്ന് വാക്കുകൊണ്ടുള്ള ശിർക്കും മറ്റത് കുഫറിലേക്ക് എത്തുന്നതുമായിരിക്കും. അല്ലാഹു അലം. അക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സത്യം ചെയ്യുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിടിച്ചു മാത്രം സത്യം ചെയ്യുക എന്നത്. കാരണം നമ്മൾ എപ്പോഴാണ് സത്യം ചെയ്യുക? നമ്മുടെ ഭാഗത്തുള്ള ഒരു ന്യായം, അതല്ലെങ്കിൽ നമ്മുടെ നിരപരാധിത്വം, നമ്മുടെ സത്യസന്ധത, അത് മറ്റുള്ളവർക്ക് മുമ്പിൽ സ്ഥിരപ്പെടുത്താൻ, ഉറപ്പിക്കാൻ വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ സത്യം ചെയ്യാം. നിസ്സാര കാര്യങ്ങൾക്കല്ല ആളുകൾ സത്യം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സത്യം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറയും. എന്തായാലും സത്യം ചെയ്യുക എന്നുള്ള സംഭവം ഗൗരവമുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിനേറ്റവും മഹാനായ റബ്ബിനെ മാത്രമാണ് നമ്മൾ മുൻനിർത്തേണ്ടത്. ന്യൂനതയുള്ള കേവല സൃഷ്ടികളെ സത്യം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതിന്റെ ഒരു യുക്തിയാണ് ഞാൻ പറഞ്ഞത്. ഖുർആനിലും സുന്നത്തിലും തെളിവുകൾ നമുക്ക് ഒരുപാട് അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. ആരാണോ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്തത് അവൻ വാക്കിൽ ശിർക്കും കുഫറും സംഭവിച്ചവനായി. ഇത്തരത്തിലുള്ള ഹദീസുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ അള്ളാഹിനെ കൊണ്ടല്ലാതെ ആരെങ്കിലും സത്യം ചെയ്താൽ കഫറ ഔ അശ്റക, അവൻ കുഫ്ർ ചെയ്തു, അവൻ ശിർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കുഫറും ശിർക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറും ശിർക്കല്ല. പല ആളുകളും ഇത്തരത്തിലുള്ള ഹദീസുകളെ, ഉദാഹരണത്തിന് മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഉറുക്ക് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ ശിർക്ക് ചെയ്തു എന്നുള്ള ഹദീസ് ഉണ്ട്. അതിനർത്ഥം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന് വലിയ ശിർക്ക് സംഭവിച്ചു എന്നല്ല, മറിച്ച് സത്യം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ചെയ്താൽ അത് വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്. നേരത്തെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ വന്ന് അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ചെന്ന് റസൂലുള്ള ചോദിച്ചില്ലേ, നീ എന്നെ അള്ളാഹുവിനോട് സമനാക്കുകയാണോ? സഹാബിയാണ് ചോദിച്ചത്. സഹാബി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വലിയ ശിർക്ക് ചെയ്തിട്ടാണോ ചോദിച്ചത്? മറിച്ച് അത് ചെറിയ ശിർക്കാണ്, വാക്കിൽ സംഭവിക്കുന്ന ശിർക്ക്. അതിന് ചെറിയ ശിർക്ക് എന്നാണ് പറയാ. അയാൾ ഇസ്ലാമിൽ തന്നെ ബാക്കിയാവും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അയാൾ വലിയ മുശ്രിക്കല്ല. ശിർക്കും കുഫറും വലുതും ചെറുതുമുണ്ട്. അതിനെ രണ്ടായി വിഭജിക്കണം. വാക്കിൽ സംഭവിക്കുന്ന വിശ്വാസത്തെ സ്വാധീനിക്കാത്ത ശിർക്ക് അത് ചെറിയ ശിർക്കാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് ജാറത്തിൽ പോവാണ്. അവിടുത്തെ വലിയനെ മുൻനിർത്തി അള്ളാഹിനോട് അയാൾ ദുആ ചെയ്യുന്നു. എങ്ങനെ ദുആ ചെയ്യുന്നു? അള്ളാഹുവെ, ഈ ജാറത്തിൽ കിടക്കുന്ന ഇന്നാലിന്ന ഷെയ്ഖിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ എനിക്ക് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ദുആ ആരോടാണ്? അള്ളാഹിനോടാണ്. പക്ഷേ ജാറത്തിലെ വലിയനെ
ഇടയാളനാക്കി. അതായത് അദ്ദേഹത്തിന്റെ ഹക്ക് ജാഹ് ബർക്കത്തിനെ ഇടയാളനാക്കി. അള്ളാഹിനോടാണ് തേട്ടം. തേട്ടം അള്ളാഹിനോടാണ്. തേട്ടം അള്ളാഹുവിനോടാകുന്നിടത്തോളം അയാൾ ചെയ്തത് വലിയ ശിർക്കാവൂല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ. പക്ഷേ അത് ബിദ്അത്താണ്, വൻപാപമാണ്, ചെയ്യാൻ പാടില്ലാത്ത ചെറിയ ശിർക്കാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. അള്ളാഹിനോട് ദുആ ചെയ്യാൻ ജാറത്തിലെ മൂപ്പരുടെ അടുത്ത് പോയിട്ട് ഹക്ക് ജാഹ് ബർക്കത്ത് വസീലയാക്കണം അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹിന്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ഒരു സബബ്, ഒരു കാരണം, ഒരു മാർഗം അള്ളാഹുവിന്റെ ദീന് സ്വീകരിച്ചാൽ അത് ചെറിയ ശിർക്കാണ്, അത് വസീലത്തു ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തു പോവോ? അങ്ങനെയുള്ളവരുടെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കാതിരിക്കണോ? വേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇസ്ലാമിൽ നിന്ന് ഒരാൾ പച്ചക്ക് അള്ളാഹുവിനെ വിളിക്കുന്ന പോലെ മുഹിയുദ്ദീൻ ഷേഖെ, മമ്പ്രത്ത് തങ്ങളെ, ഭീമാപ്പള്ളി ബീവിയെ, എന്നെ കാക്കണേ, രക്ഷിക്കണേ, ഹിദായത്ത് എന്ന് പച്ചയായി നേർക്കുനേരെ അള്ളാഹിനോട് തേടുന്ന പോലെ സൃഷ്ടികളോട് തേടിയാൽ അത് വലിയ ശിർക്കാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതോ, ഹക്ക് ജാഹ് ബർക്കത്തുണ്ട്, അള്ളാഹുവെ നീ എനിക്ക് തരണമെന്ന് ചോദിച്ചാൽ അത് ശിർക്ക്. ഇത് രണ്ടും വ്യവച്ഛേദിക്കണം. ഇത് പല ആളുകൾക്കും അറിയില്ല. തൗഹീദ് ഉണ്ടെന്ന് പറയുന്ന പല ആളുകൾക്കും ഞാൻ എന്റെ ചെറുപ്പത്തിൽ മിമ്പറുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഈ ഹദീസും ഇത്തരത്തിൽ കഫറ, അശ്റക എന്ന് പറയുന്നത് ആളുകളെ മുഴുവൻ പിടിച്ച് മുഷിക്കാക്കി. ഇത് നമ്മളപ്പുറത്തുള്ളവർ പറയുന്നത് വെറുതെ ഒന്നല്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദീകരണം? ഉലമാക്കൾ, സലഫു സ്വാലിഹ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിശദീകരിച്ചത് പഠിക്കാതെ കേവലം പരിഭാഷകൾ എടുത്തിട്ട് അങ്ങ് അടിച്ചുവിടുകയാണ്. ഇത് നമ്മുടെ സാധാരണക്കാർക്കിടയിലും ഇതിന്റെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഒരാള് ഉറുക്ക് കെട്ടി, ഞാൻ പറഞ്ഞല്ലോ ഹദീസ്, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക ഔ കഫറ എന്ന ഹദീസിൽ ആരെങ്കിലും ഉറുക്ക് കെട്ടിയാൽ എന്താണ് അർത്ഥം? ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു. ഏതാണ് ശിർക്ക്? ഏതാണ് ശിർക്ക്? ചെറിയ ശിർക്ക്. എന്നാൽ അവിടെ വലിയ ശിർക്കാവുന്നതുണ്ട്. എങ്ങനെ? ഒരാളിപ്പോ ജാറത്തിൽ പോയി അവിടുന്ന് മന്ത്രിച്ചു കൊടുത്തൊരു ചരട് കെട്ടി. അധികം ആളുകളും ഈ ചരട് കെട്ടുന്നതിലൂടെ അള്ളാഹു വണ്ടിമ പച്ച തുണി കെട്ടുമല്ലോ അല്ലെ, ഈ ചരട് അതുമ്മ കെട്ടിയത് കാരണമായി അള്ളാഹ് നമ്മളെ കാത്തോളും എന്നാണ് അധികം ആളുകളുടെ വിശ്വാസം. എന്നാൽ ഈ ചരട് കാരണമായി അള്ളാഹു എന്നെ കാത്തോളും എന്ന വിശ്വാസത്തിനു പകരം ഈ ചരട് തന്നെ എന്നെ സംരക്ഷിക്കും, എന്റെ വണ്ടിയെ സംരക്ഷിക്കും, അപകടത്തിൽ നിന്ന് എന്നെ സുരക്ഷിതനാക്കും എന്ന് വിശ്വസിച്ചാലോ അതാണ് വലിയ ശിർക്ക്. അവന്റെ സ്ഥാനം ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഈ കേവല ചരടിന് അള്ളാഹു എന്നെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കാൻ കഴിവുണ്ട്, സംരക്ഷിക്കും എന്ന അള്ളാഹുവിന്റെ വിശേഷണം ഈ ചരടിന് വെച്ചു കൊടുത്താൽ അവൻ വലിയ മുശ്രിക്കായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക് സംഭവിച്ചവനായി. നേരെ മറിച്ച് ഇത് കാരണമായി അള്ളാഹ് എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക് അവന് സംഭവിച്ചിട്ടില്ല. മറിച്ച് അങ്ങനെ ചരടിനെ അള്ളാഹു സംരക്ഷണത്തിന് കാരണമാക്കിയിട്ടില്ല. അത് സ്വീകരിച്ച ബിദ്അത്തിനും അത് പതിയെ പതിയെ ആ ചരടിന് എന്തോ പുണ്യമുണ്ട്, അത്ഭുത സിദ്ധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന വലിയ ശിർക്കിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗവും ആയതുകൊണ്ട് അത് ചെറിയ ശിർക്കാണ്, വസീലത്തു ശിർക്കാണ്. മനസ്സിലായില്ലേ? അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നു. അതുപോലെ തന്നെയാണ് അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യുമ്പോഴുള്ള അവസ്ഥ. ഉദാഹരണത്തിന് മുഹമ്മദ് നബി തന്നെയാണ് സത്യം, ഉമ്മ തന്നെ സത്യം, ഉപ്പ തന്നെ സത്യം. അത് ചെറുപ്പത്തിലേ ചിലപ്പോൾ ആരെങ്കിലും കേട്ട് ശീലിച്ചു വന്നായിരിക്കും. അവനെ പിടിച്ചവനെ ഓടാ പടിക്ക് പുറത്ത്, ഇസ്ലാമിന്റെ പടിക്ക് പുറത്ത് എന്ന് പറയണോ? പടിയടച്ച് പിണ്ടം വെക്കണോ? വായിൽ സംഭവിച്ച അബദ്ധാണോ? വാക്കുകൊണ്ട് സംഭവിച്ച ശിർക്കാണ്, വലിയ തെറ്റാണ്, പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ അംഗീകരിക്കുന്നതിനെതിരാണ്. പക്ഷേ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ മുശ്രിക്കാവോ? ആവൂല. മറിച്ച് വലിയ മുശ്രിക്കാകും. എങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള മഹത്വം അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ അഖീദയിൽ എങ്ങനെയാണ് അത് സ്ഥാനം പിടിക്കേണ്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മഗ്രിബിന് മുമ്പ്. അങ്ങനെ അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണം ഈ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സത്യം ചെയ്യപ്പെടുന്ന വ്യക്തിക്കോ സൃഷ്ടിക്കോ ശക്തിക്കോ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, ഉദാഹരണത്തിന് ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് സത്യം എന്ന് പറയാണ്, അള്ളാഹു എന്നെ സംരക്ഷിക്കുന്ന പോലെ നബി സംരക്ഷിക്കും, അള്ളാഹുവിന് മഹത്വമുള്ളതുപോലെ എന്റെ നബിക്കുമുണ്ട്, അള്ളാഹു ഗൈബ് അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദൃശ്യം അറിയും എന്ന അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന എന്തെങ്കിലും വിശേഷണങ്ങൾ ഈ സത്യം ചെയ്യാൻ ഉപയോഗിച്ച വ്യക്തിയുടെ പേരിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ശിർക്കാണ്. ആ സത്യം ചെയ്യുന്നുണ്ട് വലിയ ശിർക്ക്. ഉമ്മ തന്നെ സത്യം, ഉപ്പ തന്നെ സത്യം എന്ന് പറയുമ്പോൾ അള്ളാഹിനെ തുല്യാക്കിയിട്ടല്ലല്ലോ ആളുകൾ ചെയ്യുന്നത്, ആണോ? അല്ല. അപ്പൊ ഈ വലിയ ശിർക്കും ചെറിയ ശിർക്കും വലിയ കുഫ്റും ചെറിയ കുഫ്റും അത് വേർതിരിക്കുന്ന രംഗങ്ങൾ
നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇസ്ലാമിന് അകത്തുള്ള ഒരാളെ പിടിച്ച് നമ്മൾ പുറത്താക്കുന്ന അവസ്ഥയാണ്. അത് നമുക്ക് തിരിച്ചു വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും സലഫു സ്വാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ച പോലെ നമ്മൾ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ സത്യം ചെയ്യാവൂ. കാരണം സത്യം ചെയ്യപ്പെടാൻ ഏറ്റവും മഹത്വമുള്ള റബ്ബ് മാത്രമാണ് അർഹനായവൻ. അള്ളാഹുവിനേക്കാൾ മഹാനായ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ വേറൊരു സംശയം, ഖുർആനിൽ നമ്മൾ അള്ളാഹു സത്യം ചെയ്ത് പല ആയത്തുകളും കാണുന്നുണ്ട്, അല്ലേ? കാണുന്നില്ലേ? അല്ലാഹു വശംസി വദ്ദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലുഹാ വല്ലൈലി ഇദാ സജാ വല്ലൈലി ഇദാ യഗ്ഷാ വന്നഹാരി ഇദാ തജല്ല വൽ അസ്ർ. സൂര്യൻ തന്നെ സത്യം, ചന്ദ്രൻ തന്നെ സത്യം, രാവ് പകല്, ആകാശം, ഭൂമി. അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളെ കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ടല്ലോ. അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. അള്ളാഹു എന്തിനാണ് അവന്റെ പടപ്പുകളെ പിടിച്ച് സത്യം ചെയ്യുന്നത്? നിങ്ങൾ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്തിട്ടുള്ള ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകല്, കാലം, പ്രഭാതം, പുലരി, ഇതൊന്നും ഒരു പടപ്പും അള്ളാഹു ഇല്ല എന്ന് ശബ്ദിക്കുന്ന ഒരു നിരീശ്വരവാദിക്ക് പോലും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അനിഷേധ്യമായ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ കൊരുത്തുവച്ച അത്ഭുതങ്ങളും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമാണ് അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്യാൻ തിരഞ്ഞെടുത്തവന്റെ സൃഷ്ടികൾ, അല്ലേ? എന്തിനാണ് അള്ളാഹു അങ്ങനെ സത്യം ചെയ്തിട്ട് ഖുർആനിലൂടെ നമ്മെ ക്ഷണിക്കുന്നത്? എന്താണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ഈ പറയപ്പെട്ട അള്ളാഹു സത്യം ചെയ്ത ഈ അത്ഭുത പ്രതിഭാസങ്ങളെല്ലാം അള്ളാഹ് ഇല്ല എന്ന് വരെ പറയുന്നവർ അംഗീകരിക്കുന്ന അനിഷേധ്യമായ സത്യങ്ങളാണെങ്കിൽ അള്ളാഹു ശേഷം പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ സത്യം തന്നെ. അതുകൊണ്ട് ഈ സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ സത്യമായി അംഗീകരിക്കുന്നത് പോലെ എന്ന് ശ്രദ്ധ ക്ഷണിക്കാനാണ് അള്ളാഹു ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സൃഷ്ടികളെ പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത്. ആരെ പിടിച്ച സത്യം ചെയ്യേണ്ടത്? അള്ളാഹുവിനെ പിടിച്ചാണ് സത്യം ചെയ്യേണ്ടത്. അക്കൂട്ടത്തിൽ മറ്റൊരു മസാല, സാധാരണ നമ്മുടെ നാടുകളിൽ ആളുകൾ സത്യം ചെയ്യാറുള്ള മറ്റൊരു രൂപമാണ് മുസ്ഹഫ് പിടിച്ചു സത്യം ചെയ്യും, അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ പറയാം 30 മുസ്ഹഫ് തന്നെ സത്യം. 30 മുസ്ഹഫിന്റെ എണ്ണല്ല ഉദ്ദേശിക്കുന്നത്, 30 ജുസ് ഉള്ള മുസ്ഹഫ് എന്നാണ്. ആ പ്രയോഗം തന്നെ ഭാഷാപരമായ തെറ്റാണ്. 30 മുസ്ഹഫ് തന്നെ സത്യം. ഒരു മുസ്ഹഫ് എടുത്തിട്ടാണ് 30 മുസ്ഹഫ് തന്നെ സത്യം എന്നാണ്. 30 ജുസ് ഉള്ള മുസ്ഹഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സത്യം ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? എന്താ തെളിവ്? സൂക്ഷിച്ചു പറയണം, വിധിയാണ്, ഹുക്മാണ്. ഖുർആനെ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റുമോ? അതിന് രണ്ടവസ്ഥയാണ്, ശ്രദ്ധിക്കണേ. ഒന്ന്, ഞങ്ങളോട് ചോദിക്കട്ടെ, അള്ളാന്റെ സൃഷ്ടികളെ പിടിച്ചാണ് മനുഷ്യന്മാർക്ക് സത്യം ചെയ്യാൻ പാടില്ലാത്തത്, അല്ലെ? ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണോ? ഖുർആൻ പിടിച്ച് സത്യം ചെയ്യാൻ നമ്മൾ പറഞ്ഞാൽ ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാക്കി. നമ്മൾ ചിലപ്പോൾ അഹ്ലുസുന്നയുടെ അഖീദന്ന് പുറത്തുപോയി. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണെന്ന് വാദം പഴച്ചവാദമാണ്. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയല്ല, അവന്റെ കലാമാണ്, അവന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ കൊണ്ട് സത്യം ചെയ്യാം എന്നതാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ കൊണ്ട് സത്യം ചെയ്യുന്ന അള്ളാഹിനെ പിടിച്ച് സത്യം, ആ സിഫത്ത് ആരെയാണ് അറിയിക്കുന്നത്? അള്ളാഹുവിനെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകൾ മുൻനിർത്തി സത്യം ചെയ്യാം. അത് ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ സത്യം ചെയ്യാൻ നമ്മുടെ വീട്ടിലുള്ള മുസ്ഹഫ് എടുത്ത് കയ്യിൽ വെച്ച് മുസ്ഹഫിന്റെ മേലെ കൈവച്ച് ഈ മുസ്ഹഫ് തന്നെയാണ് സത്യം എന്ന് പറയേണ്ട ആവശ്യമുണ്ട്? ഇല്ല. അതെവിടെ വെച്ചും നമുക്ക് എപ്പോഴും പറയാം ഖുർആൻ തന്നെ സത്യം. അതിന് മുസ്ഹഫ് കയ്യിലെടുത്ത് അതിന്റെ മേലെ കൈവെക്കൊന്നും വേണ്ട. വേണോ? വേണ്ടതില്ല. അതോടൊപ്പം ആ മുസ്ഹഫിന്റെ പ്രത്യക്ഷ രൂപമുണ്ടല്ലോ, അതിന്റെ 2 ചട്ട, അതിലെ പേജ്, അതിലെ മഷി, ഇതിനൊക്കെ എന്തോ അത്ഭുത സിദ്ധിയുണ്ട് എന്ന് വിശ്വസിച്ചാണ് സത്യമെങ്കിൽ അത് പാടില്ല, അതും പാടില്ല. നേരെ മറിച്ച് ആ മുസ്ഹഫിലുള്ള അള്ളാഹുവിന്റെ കലാം, അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്, അതിന് മഹത്വമുണ്ട്. ആ മഹത്വം മുൻനിർത്തി ഖുർആൻ തന്നെ സത്യം എന്നൊരാൾ ചെയ്താൽ അത് തെറ്റല്ല, അത് അനുവദിക്കപ്പെട്ട സത്യമാണ്. പക്ഷെ അങ്ങനെ സത്യം ചെയ്യാൻ എന്ത് വേണ്ട? മുസ്ഹഫ് കയ്യിലെടുത്ത് അതിന്റെ മേലെ കൈവെക്കേണ്ട ആവശ്യമില്ല, അത് ബിദ്അത്താണ്. നേരത്തെ പറഞ്ഞ മുസ്ഹഫിന്റെ ആ ചട്ടകൾക്കും അതിന്റെ ആ കിതാബിന്റെ രൂപത്തിനും അതല്ലെങ്കിൽ അതിലെ മഷിക്കും എഴുത്തിനും പേജിനുമൊക്കെ അത്ഭുത സിദ്ധിയുണ്ട്, മഹത്വമുണ്ട് അള്ളാഹുവിനോളം എന്ന് വിശ്വസിച്ചാണെങ്കിൽ അത് തെറ്റാണ്, അത് പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകളെ മുൻനിർത്തി നമുക്ക് സത്യം ചെയ്യാം, നമുക്ക് രക്ഷ ചോദിക്കാം. ഇതാണ് രണ്ടാമത്തെ കാര്യം.
നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന്റെ വിശദീകരണമാണെന്നാണ് എന്റെ ഓർമ്മ. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മഹത്വം നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ കാഴ്ചവെക്കേണ്ടുന്ന മൂന്നാമത്തെ രംഗം, അല്ലാ യുഖദ്ദമ അലാ ത്വാഅതിഹി ത്വാഅത അഹദിൻ, അല്ലാ യുഖദ്ദിമ അലാ ത്വാഅതിഹി ത്വാഅത അഹദിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അനുസരണത്തെക്കാൾ മറ്റാരോടുമുള്ള അനുസരണം മുൻകടക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുകളിൽ മറ്റൊരു പടപ്പിനെയും അനുസരിക്കാതിരിക്കുക. അള്ളാഹുവിനെയാണ് നാം നിരുപാധികം ചോദ്യം ചെയ്യാതെ സംശയലേശമന്യെ അനുസരിക്കാൻ ബാധ്യതയുള്ളത് നമുക്ക് അള്ളാഹുവിനോടാണ്. കാരണം അള്ളാഹു അത്രമേൽ മഹാനാണ്. റബ്ബിന്റെ കൽപ്പനകളിൽ, അവന്റെ വിധിവിലക്കുകളിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചു, ഒരു കുറവോ ന്യൂനതയോ ഒന്നുമില്ല. അതിന് അള്ളാഹു കൃത്യമായ ഹിക്മത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലെങ്കിലും ശരി, അതിനർഹൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കാതിരിക്കാൻ, അവനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ അവനെപ്പോലെ അർഹതയുള്ള മറ്റൊരാളുമില്ല. ഇത് മറ്റൊരു ഹദീസിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ത്വാഅത ലിൽ ഖൽഖി ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ മഖ്ലൂഖായ ഒരു പടപ്പിനും അനുസരണമില്ല. അള്ളാഹിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ ഒരു പടപ്പിനും അനുസരണമില്ല. അത് വാപ്പയാണെങ്കിലും ശരി, ഉമ്മയാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ശരി, മക്കളാണെങ്കിലും കുടുംബമാണെങ്കിലും നാടാണെങ്കിലും വീടാണെങ്കിലും സമൂഹമാണെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അവരനുസരിക്കാൻ പറഞ്ഞാൽ അനുസരിക്കാൻ അനുസരിക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താ? അങ്ങനെ അള്ളാഹിനെ വിട്ട് നമ്മൾ അവരനുസരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ അംഗീകരിച്ചിട്ടില്ല എന്നാണ്. പിന്നെ എന്ത് മഹത്താണ് അള്ളാഹ്ക്കുള്ളത്? എന്ത് ആദരവാണ് നമ്മൾ അള്ളാഹുവിനെ കൽപ്പിക്കുന്നത്? അതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം അത് പ്രവർത്തിക്കാൻ ആരൊക്കെ നിന്നോട് പറഞ്ഞാലും നീ അനുസരിക്കാൻ പാടില്ല. അനുസരിക്കുന്നുവെങ്കിൽ, നീ അത് ചെയ്യുന്നുവെങ്കിൽ നീ അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിച്ചിട്ടില്ല. അള്ളാഹു ഹറാമാക്കിയ കാര്യം നീ പ്രവർത്തിക്കാൻ പാടില്ല. ആരൊക്കെ അതിനെ ഹലാലാക്കിയാലും, അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം ആരൊക്കെ വെറുത്താലും നീ അത് പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല. കാരണം നീ അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കുന്നുവെങ്കിൽ നീ അത് ചെയ്തിരിക്കണം. അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു പടപ്പിനും അനുസരണമില്ല. ഇന്ന് ആളുകൾ പല നന്മകൾ എന്ന് പറഞ്ഞാൽ ഐച്ഛികമായ കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്, വാജിബായ കാര്യങ്ങൾ. ഫർള് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുക, അതല്ലെങ്കിൽ ഇസ്ലാമികമായ വേഷവും വിധാനവും, നിർബന്ധമായ വേഷവും വിധാനവും സ്വീകരിക്കുക. നിര്യാണിക്കു മുകളിൽ ഒരു പുരുഷൻ വസ്ത്രമെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് കേവല സുന്നത്തല്ല. കാരണം എന്താ? നിര്യാണിക്ക് താഴെ വസ്ത്രം വീണു പോകുക എന്നുള്ളത് വൻപാപമാണ്. വൻപാപം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു തിന്മയെ അറിയിക്കുകയും അതിന് ഇന്ന ശിക്ഷയുണ്ട്, അതല്ലെങ്കിൽ അതിന് ഇന്ന ഗൗരവമുണ്ട് എന്ന് ശക്തമായ സ്വരത്തിൽ അറിയിക്കുകയും ചെയ്ത തിന്മകളൊക്കെ വൻപാപമാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ. നിര്യാണിക്ക് താഴെ വീണുപോകുന്ന വസ്ത്രം, പുരുഷന്റെ വസ്ത്രം, നരകത്തിലാണ്. നരകത്തിലേക്ക് നിര്യാണിക്ക് താഴെ വീണുപോകുന്ന വസ്ത്രം നരകത്തിലേക്കുള്ള വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വൻപാപമാണെന്നാണ്. നിർബന്ധമായും നമ്മൾ താഴെ പോകുന്ന വസ്ത്രം ഒഴിവാക്കണം. ഇത് നിർബന്ധമാണ്. ഇത് പ്രാവർത്തികമാക്കാൻ നമ്മുടെ ജോലിയാണോ തടസ്സം? സമൂഹമാണോ തടസ്സം? കൂട്ടുകാരാണോ തടസ്സം? അവരനുസരിക്കാൻ പാടില്ലതാണ്. അനുസരിച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിന്റെ ധ്വനി, അതിന്റെ ഫലം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു പുരുഷൻ അവൻ താടി വടിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നത് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. താടി വടിക്കൽ ഹറാമാണെന്നത്. താടി വടിക്കലാണ്. ഈ താടി വടിക്കൽ ഹറാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീഅത്തിലൂടെ നമുക്ക് അറിയിപ്പ് നൽകിയിട്ട് നമ്മളത് സമൂഹത്തെയും അതുപോലെ തന്നെ കുടുംബത്തിന്റെയും ഭാര്യന്റെയും മക്കളുടെയും ഒക്കെ താല്പര്യത്തിന് വഴങ്ങി അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മഹത്വത്തെ അംഗീകരിച്ചിട്ടില്ല. അള്ളാഹുവിനേക്കാൾ നമ്മൾ
അവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സംഗീതം അതുപോലെ തന്നെ ഇന്ന് വ്യാപകമായി ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സംഗീതം അത് ഹറാമാണെന്ന വിഷയത്തിൽ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ മുസ്ലിം സമൂഹം ഛിന്ന ഭിന്നമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മദ്ഹബി പക്ഷപാതിത്വമാണ്. ഈ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ഇമാം ഷാഫിക്കും ഇമാം അഹ്മദിനും ഇമാം അബൂ ഹനീഫക്കും ഇമാം മാലിക്കിനും റഹിമഹുമുല്ലാഹു അജ്മഈൻ അവർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് സംഗീതം എന്നത് ഹറാമാണെന്ന്. എന്നത് കേൾക്കാത്തവരാരാണുള്ളത്? ആളുകൾക്ക് അത് ഹറാമാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ എപ്പോഴും ചെറുപ്പക്കാരുള്ള സദസ്സിൽ പറയാൻ ആഗ്രഹിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നടന്നു പോകുമ്പോ ഒരു മിസ്മാറിന്റെ ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. നബി കാതിൽ വിരല് തിരുകയാണ്, ചെവി പൊത്തിപ്പിടിക്കുകയാണ്, അത് കേൾക്കാതിരിക്കാൻ. ഇബ്നു ഉമറിനോട് ചോദിച്ചു, ഇപ്പോൾ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല. നബി വിരലെടുത്തു. ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അത് കേൾക്കാതിരിക്കാൻ ചെവിയിൽ വിരല് തിരകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അവിടുത്തോടുള്ള സ്നേഹം വാദിച്ചുകൊണ്ട് സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി റോഡ് മുഴുവൻ അത് മുഴക്കി, ഉച്ചഭാഷകൾ മുഴക്കി നടക്കുന്ന അവസ്ഥ. അതിനപ്പുറത്ത് നബി കേൾക്കാതിരിക്കാൻ വിരല് തിരികെ വെച്ചുവെങ്കിൽ അത് കേൾക്കാൻ കാതിൽ ഈ സാധനം തിരികിട്ടാണ് നമ്മൾ നടക്കുന്നത്. 24 മണിക്കൂർ ഉറങ്ങുമ്പോൾ വരെ ഇത് കേട്ടിട്ടാണ് അവൻ ഉറങ്ങുന്നത്. ഈ ഹെഡ്സെറ്റ് ഇയർഫോണും തിരികിട്ടു. കേൾക്കാൻ നമ്മൾ തിരികെ വെക്കുന്നു, കേൾക്കാതിരിക്കാൻ റസൂലുള്ള വിരല് തിരികെയെങ്കിൽ എവിടെ നിൽക്കുന്നു നമ്മൾ? ഇത്രമേൽ ഗൗരവത്തിൽ റസൂലുള്ള വിലക്കിയതാണ്. തീർച്ചയാണ് സഹോദരങ്ങളെ, സംഗീതത്തിന് നിങ്ങൾ അടിമപ്പെട്ടുവെങ്കിൽ, സംഗീതം നിങ്ങൾക്ക് വലിയ ആശ്വാസം പകരുന്നു, അത് വലിയ ആസ്വാദനമായി തോന്നുന്നുവെങ്കിൽ തീർത്തും അത് പൈശാചികമാണ്. നിങ്ങൾക്ക് ദീനുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിക്കാനോ അള്ളാഹ്ക്ക് നേരെ ചൊവ്വ ഇബാദത്ത് ചെയ്യാനോ സാധിക്കില്ല. സംഗീതം പൈശാചികമാണ്. സംഗീതം കൊണ്ട് ലഭിക്കുന്ന ആശ്വാസം, റിലാക്സേഷൻ, അതല്ലെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന ചില ആളുകൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ മ്യൂസിക് തെറാപ്പി എന്ന് പറയലുണ്ട്. ആ തെറാപ്പിയും കുന്ത്രാണ്ടൊന്നും ഇസ്ലാമികമല്ല, അത് പൈശാചികമാണ്. ശൈത്താനെ പൂജിക്കുന്നവർക്ക് കിട്ടുന്നില്ല സുഖങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവന് അള്ളാഹുവിന്റെ ഖുർആനുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ സംഗീതത്തിന്റെയും സിനിമയുടെയും ഇത്തരം വിനോദങ്ങളുടെയും പിന്നാലെ പോകുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവർ. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അള്ളാഹുമായും അവന്റെ ദീനുമായും ഇസ്ലാമിൽ എന്തെങ്കിലും അവന് അവകാശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതുകൂടി പോകും. ഈ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിസ്കാരമുള്ള നിസ്കാരം ഉപേക്ഷിക്കും. മയക്കുമരുന്ന് മദ്യം ഉപയോഗിക്കാത്തവൻ അതിന്റെ അടിമകളായിത്തീരും. പരസ്ത്രീ ബന്ധം എന്താണിതുകൊണ്ട്? സംഗീതം എന്നത് മുൻഗാമികൾ പറഞ്ഞ പോലെ റുഖിയത്തു ശൈത്താൻ, ദാഇയത്തു സിന, അത് ശൈത്താന്റെ മന്ത്രണമാണ്. ശൈത്താന്റെ മന്ത്രം, വ്യഭിചാരത്തിലേക്കുള്ള ക്ഷണമാണത്, ക്ഷണപത്രം. ഈ സംഗീതത്തിലൂടെ, ഇന്നത്തെ ആധുനിക സംഗീതത്തിലൂടെ അധികവും എന്താണ്? സ്ത്രീകളുടെ സൗന്ദര്യവും, അതല്ലെങ്കിൽ അവരോടുള്ള പ്രേമവും പ്രണയവും, അതിനപ്പുറത്തുള്ള വൃത്തികേടുകളും. ഇതല്ലാതെ എന്താണ് അതിലൂടെ തുളുമ്പുന്നത്? അതുകൊണ്ട് അതിന്റെ മാസ്മരികത ഉണ്ടല്ലോ, അത് പൈശാചികമാണ്. അതിന്റെ ആസ്വാദനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ച, നമ്മുടെ കൽബിനെ പടച്ച റബ്ബ് നമ്മുടെ കൽബിന് സമാധാനം കിട്ടാനുള്ള മന്ത്രമായി നമുക്ക് ഓതി തന്ന എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം വരിക അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിലാണ്. വേറൊന്നുകൊണ്ടും അള്ള പടച്ച കൽബിന് സമാധാനം വരില്ല. വേറെന്തെങ്കിലും കൊണ്ട് നിനക്ക് സമാധാനം വരുന്നുവെങ്കിൽ നിന്റെ കൽബ് ശൈത്താൻ കവർന്നിട്ടുണ്ടാവും, ഉറപ്പിച്ചോളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നതെന്നും കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, ഇതാണ് മൂന്നാമത്തെ കാര്യം. അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ മറ്റാരെയും മുൻകടക്കാതിരിക്കുക. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മറ്റാരും നമുക്ക് തടസ്സമാകാതിരിക്കുക. അള്ളാഹുവിനെ പോലെ, അള്ളാഹുവിനേക്കാൾ മുകളിൽ ഒരാളെ നമ്മൾ അനുസരിക്കാതിരിക്കുക. നാലാമത്തെ കാര്യം, അല്ലാ യുനാസഅ സുബ്ഹാനഹു വ തആല ഫി ഇഖ്തിയാരിഹി ലാ ഫി അംരിഹി അശ്ശറഈ വലാ ഫി അംരിഹി അൽ കൗനി. അള്ളാഹുവിന്റെ വിധി, അതിനോട് നീരസവും വെറുപ്പും വെച്ചു പുലർത്താതിരിക്കുക. അള്ളാഹിന്റെ വിധി എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുണ്ട് വിധി. ഒന്ന്, അള്ളാഹുവിന്റെ കൗനിയായ വിധികൾ, പ്രാപഞ്ചികമായ വിധികൾ. അതൊരാൾക്കും തടയാൻ സാധിക്കില്ല. എപ്പോ മഴ പെയ്യണം, എപ്പോൾ വേനലാകണം, എപ്പോൾ തണുപ്പുണ്ടാകണം, എപ്പോൾ ഭൂമി കുലുങ്ങണം,
എപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെ അള്ളാഹു പ്രാപഞ്ചികമായി നടപ്പിലാക്കുന്ന വ്യവസ്ഥകളുണ്ടല്ലോ. എപ്പോൾ സൂര്യൻ ഉദിക്കണം, എപ്പോൾ രാത്രിയാകണം, എപ്പോൾ പകലാകണം, എപ്പോൾ ലോകം അവസാനിക്കണം, എപ്പോൾ ഒരു മനുഷ്യന് രോഗം ബാധിക്കണം, എപ്പോൾ അവൻ ജനിക്കണം, എപ്പോൾ അവൻ മരിക്കണം. ഇതാർക്കെങ്കിലും തടയാൻ പറ്റുമോ? നമ്മൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത് ആണോ? 100 വയസ്സായാലും ഞാൻ മരിക്കരുതെന്ന് നമ്മൾ പൂതി വെച്ചാൽ നടക്കും? അത് തടുക്കാൻ സാധിക്കുമോ? ഈ ദുനിയാവിൽ എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ സ്വേച്ഛാധിപതിയാണെങ്കിലും ഒരു രോഗം പോലും, ഒരു തുമ്മൽ പോലും എനിക്ക് ഉണ്ടാവാൻ പാടില്ല, ഒരു തലവേദന പോലും ഉണ്ടാവാൻ പാടില്ല എന്നവൻ തീരുമാനിച്ചാൽ സംഭവിക്കാതിരിക്കുമോ? പറ്റുമോ? ഉറങ്ങാതെ 100 വർഷം ഉണർന്നിരിക്കുന്നവനായി എനിക്ക് ജീവിക്കണം എന്നൊരാൾ പൂതി വെച്ചാൽ ആ പൂതി ബാക്കിയാവുന്നല്ലാതെ നടക്കും? അത് നടക്കും. അത് അള്ളാഹുവിന്റെ, ഇതെല്ലാം അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ വിധികളാണ്, കൽപ്പനകളാണ്. അതിനെ തടയാൻ ഒരിക്കലും സാധിക്കില്ല. അത് സംഭവിച്ചേ നടക്കും. ഉറപ്പല്ലേ? രണ്ടാമത്തെ തരത്തിലുള്ള കൽപ്പന അതല്ലെങ്കിൽ വിധി എന്ന് പറഞ്ഞാൽ ശർഈയായ വിധികൾ. അതെന്താണ്? അള്ളാഹു ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലൂടെയും അറിയിച്ചു തന്ന വിധിവിലക്കുകൾ, ഹറാം ഹലാലുകൾ, വാജിബുകൾ. നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഇന്നത് കാണാൻ പാടില്ല, ഇന്നത് കേൾക്കാൻ പാടില്ല, പുരുഷൻ നിര്യാണിക്കുമ്പോൾ വസ്ത്രം ഉടുക്കണം, സംഗീതം കേൾക്കാൻ പാടില്ല, പുരുഷന്മാർ താടിയെ അവര് വളർത്തി പരിരക്ഷിക്കണം, സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിച്ച് അന്യപുരുഷന്റെ മുമ്പിൽ പോകാൻ അവസരമുണ്ടെങ്കിൽ അപ്പോൾ പോകുന്നത് ആ രൂപത്തിലായിരിക്കണം. അവരുടെ സൗന്ദര്യത്തിന്റെ പ്രകടഭാവം പോലും മറക്കണം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശർഈയായി ദീനിന്റെ വിധിവിലക്കുകൾ നിശ്ചയിച്ചു. ഈ 2 വിധികളോടും നമുക്ക് വെറുപ്പ് പാടില്ല. ഞാന് ഈ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് 60-70 വയസ്സാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് 60-70 ഇടയിലാണ്. 60-70 ഇടയിൽ ഞാൻ ഈ ലോകത്തോട് വിട പറയണമല്ലോ, എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? എന്നും രാത്രി തന്നെ മതി, അപ്പോ 24 മണിക്കൂറും കിടന്ന് ഉറങ്ങാലോ. പകലെന്ന് പറഞ്ഞ പരിപാടിയാണ്. അതുകൊണ്ടാണ് ഈ ജോലി എടുക്കാനും സമ്പാദിക്കാനും മേലനങ്ങാനൊക്കെ പോണ്ടിയിരുന്നു എന്ന് തീരുമാനിച്ചാൽ, അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? അത് നടക്കൂല. അത് വേറെ കാര്യം. പ്രാപഞ്ചികമായ വിധികൾ നമ്മൾ എന്ത് നീരസം വെച്ചാലും അത് നടക്കും, വെറുപ്പ് പ്രകടിച്ചാലും നടക്കും. ഇതുപോലെ തന്നെയാണ് ശർഈയായ വിധികളും. അള്ളാഹു നിസ്കരിക്കാൻ 5 നേരം പറഞ്ഞു, നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല, നമുക്കതിനോട് നീരസം ഉണ്ടാകാൻ പാടില്ല. 1 മാസക്കാലം നോമ്പെടുക്കാൻ പറഞ്ഞു, എന്തിനാണ് ഈ പട്ടിണി കിടന്നിട്ട് വെള്ളം പോലും കുടിക്കാതെ ഒരു പകലുടനീളം? അത് വേനൽക്കാലത്തൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാൻ പാടുണ്ടോ? പാടില്ല, പാടില്ല. നോക്കൂ, നിങ്ങൾ ഒരാള് നോമ്പെടുക്കാത്ത ദിവസം 1 നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ സ്ഥിരമായി പട്ടിണി കിടന്നാൽ മരിച്ചു പോകുന്നു, അവരുടെ ആരോഗ്യ ക്രമമെല്ലാം താളം തെറ്റുന്നു, മരണം വരെ സംഭവിക്കുന്നില്ലേ? നോമ്പെടുത്തിട്ട് ശരിയായ അത്താഴം കഴിച്ച് നോമ്പെടുത്തിട്ട്, ഇവിടെ ഇസ്ലാമിന്റെ പല കാര്യങ്ങൾക്കും യുക്തി കൊണ്ട് ബുദ്ധി കൊണ്ട് വളർന്നിട്ട് അത് പ്രായോഗികമല്ല എന്ന് പറയുന്ന ആളുകൾ, ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനം നോമ്പ് അതിന്റെ പ്രായോഗികതയെക്കുറിച്ച്, അതിന്റെ അശാസ്ത്രീയതയെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? നേരെ മറിച്ച് അത് ശാസ്ത്രീയമാണ്, മുസ്ലിമീങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കണ പോലെ എടുക്കണം എന്നാണ് പല മുന്തിയ കാഫിര്യങ്ങളായ ഡോക്ടർമാർ വരെ പറയുന്നത്. മനസ്സിലായോ? ഇത് അവർ രഹസ്യം കണ്ടെത്തിയതുകൊണ്ടാണ്. ഈച്ച വെള്ളത്തിൽ വീണാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? ആ ഈച്ചനെ ഒന്നും കൂടെ മുക്കിയിട്ട് ആ വെള്ളം കുടിക്കണം, ആ വെള്ളം കമിഴ്ത്തി കളയണം എന്നല്ല പറഞ്ഞത്. ഇത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്ത സമയത്ത് ഇതിനെ നിഷേധിച്ച ഒരുപാട് ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു. ആ ഹദീസ് നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നത്. ഈച്ച കൊടും വൈറസും രോഗാണുക്കളൊക്കെ പടർത്തുന്ന ജീവിയാണല്ലോ, അതുകൊണ്ട് അതിനെ മുക്കിയാൽ രോഗം ബാധിക്കുമല്ലോ, അത് ആത്മഹത്യാപരമാണ് എന്ന് പറഞ്ഞ് ബുദ്ധി കൊണ്ട് അളന്നിട്ട് ആ ഹദീസിനെ പണ്ടേ തള്ളിയവരുണ്ട്. പിൽക്കാലത്ത് എന്തുണ്ടായി? ഈ ആധുനിക കാലത്ത് സയൻസ് കണ്ടെത്തിയ അതിന്റെ രഹസ്യം എന്താ കണ്ടെത്തിയത്? ഈച്ച വെള്ളത്തിൽ വീഴുമ്പോ, പാനീയത്തിൽ വീഴുമ്പോ അതിന്റെ ഒരു വശം ചെരിഞ്ഞിട്ടാണ് വീഴുന്നത്. ആ വശം ചെരിഞ്ഞിട്ട് വീഴുമ്പോ ആ ഭാഗത്തെ ചിറകിൽ, അതിന്റെ ഒരു വശത്തെ ചിറകിൽ, ഇടതുഭാഗമാണെന്ന് തോന്നുന്നുണ്ട്, ചിറകിൽ വിഷാംശമുണ്ട്, പോയ്സണസ് ആയിട്ടുള്ള സാധനമുണ്ട്, അത് രോഗം പടർത്തും, അസുഖം ഉണ്ടാക്കും. മറുചിറകിൽ ആ വിഷാംശത്തെ പരിഹരിക്കുന്ന അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു വശം കുത്തി വിഷാംശം കലർന്ന വെള്ളത്തിൽ അതിന്റെ മറുവശം കൂടി നമ്മൾ മുക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നു. അതിൽ നിന്ന് ഒന്നും ബാധിക്കാതെ നമ്മൾ സുരക്ഷിതനാകുന്നു. ഇതാണ് അതിന്റെ സീക്രട്ടായി സയൻസ് കണ്ടെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയിച്ചിട്ടുണ്ട് അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ്. അതിന്റെ ഒരു ചിറകിൽ വിഷാംശവും
മറുചിറകിൽ അതിനുള്ള ശിഫാഉമുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇത് സയൻസ് കണ്ടെത്തിയപ്പോൾ പിന്നെന്താ അവർ പറയാ? അതുകൊണ്ട് നമ്മുടെ ഓട്ടബുദ്ധി കൊണ്ട് ദീനിനെ അളക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ അതിന്റെ യുക്തി നമ്മൾ മനസ്സിലാക്കിയേക്കാം, ചിലപ്പോൾ മരണം വരെ നമ്മൾ അറിയാതെ പോയേക്കാം. എന്നിരുന്നാലും ശരി, അള്ളാഹുവിന്റെ വിധിയെ, അവന്റെ കൽപ്പനയെ ചോദ്യം ചെയ്യാനോ പുറംതിരിയാനോ നമ്മൾ നിന്നേക്കരുത്. അത് അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കുന്നവർക്ക് യോജിച്ചതല്ല. അല്ലെങ്കിൽ നിനക്ക് ചെയ്യാം, ഇസ്ലാമിന്റെ പടിക്ക് പുറത്തുനിന്നിട്ട് വേണം. അത് ചെയ്യുന്നിടത്തോളം ഇസ്ലാമിൽ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ളത്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രയാസമുണ്ടാകും, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഇസ്ലാമിന്റെ വിധികൾ, വിധിവിലക്കുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണ്. ഇസ്ലാമിലെ എല്ലാ വിധികളും കൽപ്പനയും ശരി. പക്ഷെ ബഹുഭാരിത്വം അത് വേണ്ടിയിരുന്നില്ല. പുരുഷന് 4 നമുക്ക് അംഗീകരിക്കാനേ പറ്റൂല. ഒക്കെ റെഡിയാണ്, പക്ഷെ അത് മാത്രം ഉൾക്കൊള്ളാൻ പറ്റൂല. ഈ പറഞ്ഞതിനടുത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരും പോയി 4 കെട്ടണം എന്നല്ല, മറിച്ച് സ്ത്രീകളെ, അതല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ ലിബറൽ ആയിട്ടുള്ള സ്ത്രീകളുടെ ഫെമിനിസം, അതുപോലെ പുരുഷ മസ്തിഷ്കത്തിൽ പകർത്തുന്ന, ഒപ്പിയെടുക്കുന്ന പുരുഷന്മാരും ചിലപ്പോൾ ചിന്തിച്ചേക്കാം, അത് സ്ത്രീകളോടുള്ള അനീതിയാണ്, അത് ഇസ്ലാമിന്റെ പ്രാകൃത നിയമമാണ് ബഹുഭാരിത്വം എന്നുള്ളത്, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവനെ പറച്ചിലുകൊണ്ട് ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്ക്, അള്ളാഹുവിനറിയാം പുരുഷനെ പടച്ച റബ്ബിനറിയാം പുരുഷൻ എന്താ വേണ്ടത്. അള്ളാഹുവിനറിയാം സ്ത്രീയെ പടച്ച റബ്ബിന് സ്ത്രീക്ക് എന്താ വേണ്ടെന്നറിയാം. വലൈസ ദക്കറു കൽ ഉൻസ, സ്ത്രീയും പുരുഷനും തുല്യമല്ല, സമമല്ല എന്ന് ആരൊക്കെ സമത്വവാദികൾ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി, ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി ശബ്ദിച്ചാലും പുരുഷനെ പുരുഷനായിട്ടും സ്ത്രീയെ സ്ത്രീയായിട്ടും ആ വൈജാത്യത്തിലാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. ലിംഗസമത്വം, നീതിയും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന അവകാശങ്ങളും വകവെച്ചു കൊടുക്കാൻ അതൊന്നും എതിരല്ല. അത് ഇസ്ലാം ഏറ്റവും മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട്. ബഹുഭാര്യത്വം അള്ളാഹു ശറഅാക്കിയതിന് പിന്നിലുള്ള യുക്തിയും രഹസ്യങ്ങളും ഒരു മതത്തിനും നിർദ്ദേശിക്കാൻ, ഒരു പ്രത്യയ ശാസ്ത്രത്തിനും നിർദ്ദേശിക്കാൻ പറ്റാത്ത രഹസ്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിധവകളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഈ ബഹുഭാര്യത്വത്തിനുള്ള പ്രസക്തി എത്രയാണ്? ചെറുപ്രായത്തിൽ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ സമ്മാനിച്ച് അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം ചെയ്ത് മരണപ്പെട്ട ചെറുപ്പക്കാരിയായ ഭർത്താവിന്റെ ഭാര്യക്ക് അവളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ആരാണ് ആദ്യമായി കല്യാണം കഴിക്കുന്ന 3 കുട്ടികളും 30 വയസ്സുള്ള ഒരു സ്ത്രീയെ പോയി വരവേൽക്കുക? ചെയ്യോ? ഏത് പ്രത്യയശാസ്ത്രത്തിനാണ് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുക? ഈ ഭൗതികവാദികൾക്ക് സാധിക്കുമോ? ബഹുഭാരിത്വത്തിലല്ലാതെ സൗന്ദര്യം കുറഞ്ഞ, സമ്പത്ത് കുറഞ്ഞ, അതല്ലെങ്കിൽ ഭൗതികമായ ഒരു സ്ത്രീ അളക്കുന്ന മാനദണ്ഡങ്ങൾ കൊണ്ട് അളന്നാൽ ഗ്രേഡ് കുറയുന്ന ഒരു സ്ത്രീക്ക് ആദ്യമായി വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ നമ്മൾ തയ്യാറാവും? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മുമ്പിലിരിക്കുന്ന ഈ പറയുന്ന ആളുകൾ പോയി കിട്ടുമോ അങ്ങനെയുള്ള സ്ത്രീകൾ ആദ്യമായി? അങ്ങനെ ത്യാഗം സഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് പറഞ്ഞാട്ടെ, എന്താണ് അതിനുള്ള പരിഹാരം? പോകട്ടെ, തീർത്തും ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് ജനസംഖ്യാനുപാതം എടുത്ത് പരിശോധിച്ചാൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനാണ്. ആ അനുപാതം എനിക്ക് ഓർമ്മയില്ല, ആ റേഷ്യോ ഹദീസിൽ വന്ന എത്രയോ സ്ത്രീകൾക്ക്, എനിക്ക് തോന്നുന്നു 50ഓ 40ഓ, എന്തായാലും 10-ലേറെയാണ് സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്ന അനുപാതം വരും ഖിയാമത്ത് നാൾ അടുക്കുമ്പോഴാണ്. ഈ സ്ത്രീകൾക്കൊക്കെ വൈവാഹിക ജീവിതം വേണ്ടേ? ഇസ്ലാമിലെ ബഹുഭാരിത്വം ഇല്ലായിരുന്നു. ഇവരെന്ത് ചെയ്യും? ഇവർ വഴിവിട്ട് ജീവിക്കണോ? ആരാണ് ചെറുപ്രായത്തിലെ ഭർത്താവ് മരണപ്പെട്ട ഭാര്യയുടെ മക്കൾക്ക്, അല്ലെങ്കിൽ അനാഥയായ യതീമായ മക്കൾക്ക് സംരക്ഷണം ആദ്യത്തെ ഭർത്താവ് നൽകുന്ന പോലെ നൽകുന്ന ആ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്? ഞാൻ പറയുന്ന ആ വിഷയത്തിൽ അനീതി ചെയ്യുന്ന, അതൊരു ജോലിയായി, അതൊരു ചൂഷണമായി എടുക്കുന്ന ആളുകൾ ഇല്ലാന്നല്ല, അതുണ്ട് എന്ന് വെച്ചിട്ട് ഇസ്ലാം ഇതിന് നിശ്ചയിച്ച പ്രസക്തി ഇല്ലാതാവൂല. ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ എന്തുണ്ട് ഇസ്ലാമിൽ ബഹുഭാരിത്വത്തിന്റെ? അത് അറിയുന്നവൻ അറിയും, അല്ലാത്തവന് ചൊറിയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, ദീനിലും ശറഇലുമുള്ള ഏത് വിധിവിലക്കുകളാകട്ടെ, അതിനോട് അംഗീകാരം പുലർത്താതിരിക്കുക, നീരസവും വെറുപ്പുണ്ടാവുക എന്നുള്ളത് ഇസ്ലാം ഇന്ന് പുറത്തു പോകാൻ കാരണം അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കുന്നവർക്ക് യോജിക്കുന്നതേയല്ല. അത് സാധിക്കുന്നവർ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെ അത് ചെയ്യണം, അത് വേറെ കാര്യം. ഇല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും എന്നത് വസ്തു തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ ഏതേത് വിധികളുണ്ടോ, വിലക്കുകളുണ്ടോ, അവന്റെ കൽപ്പനകളുണ്ടോ, അതിനോട് വെറുപ്പോ നീരസമോ വെച്ചു പുലർത്താതിരിക്കുക. സ്വത്ത് വിഭജിക്കുമ്പോ പുരുഷന്റെ പകുതിയാണ് സ്ത്രീക്ക്, എനിക്ക് പുരുഷന്റെ അത്ര തന്നെ വേണം, അത് ശരിയായില്ല. ആ വിഷയത്തിൽ ഞാൻ ഇസ്ലാമിന്റെ നിയമത്തോട്, അനന്തരാവകാശ നിയമത്തോട് യോജിക്കുന്നില്ല എന്നൊരു പെണ്ണ് പറഞ്ഞാൽ
അതവൾ അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹ്ക്കറിയാം നിനക്ക് എത്ര വേണ്ടതെന്ന്. അള്ളാഹ് നിന്നോട് ദുൽമ ചെയ്യില്ല. വമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്. നിന്റെ റബ്ബ് അവന്റെ അടിമകളോട് അനീതി പ്രവർത്തിക്കുന്നവനല്ല. അവനേക്കാൾ നീതിമാനായ ഒരു പടപ്പുമില്ല, ഒരു കോടതിയുമില്ല, ഒരു നീതിന്യായ വ്യവസ്ഥയുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ തത്വം എപ്പോഴും ഓർക്കണം. നാം അഞ്ചാമത്തെ കാര്യം, 4 കാര്യമല്ലേ നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിനെ മുൻനിർത്തി ആരെങ്കിലും ഒരു കാര്യം നമ്മോട് ചോദിച്ചാൽ നമ്മളത് നിറവേറ്റി കൊടുക്കണം എന്നാണ്. അത് അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅല ബില്ലാഹ് ഫഅതൂഹ്. ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തി നിന്നോട് ഒരു കാര്യം ചോദിച്ചാൽ നീ അത് അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഒരാളൊരു ന്യായമായ ആവശ്യം നമ്മോട് വന്ന് പറഞ്ഞു, നമുക്കറിയാം അയാൾ സത്യസന്ധനാണ്, അയാൾ തട്ടിപ്പിന് നടക്കുന്ന ആളല്ല, ചൂഷണം ചെയ്യാൻ നടക്കുന്ന ആളല്ല, അയാളുടെ ആവശ്യം ന്യായമാണ്, നമുക്കത് ചെയ്തു കൊടുക്കാനുള്ള കഴിവുണ്ട്, നമ്മളത് ചെയ്തു കൊടുത്ത് നമ്മൾ കുത്തുപാടെടുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, എങ്കിൽ അത് ചെയ്തു കൊടുത്തേ തീരൂ. കാരണം എന്താ? അവൻ അള്ളാനെ മുൻനിർത്തിയാണ് ചോദിച്ചത്. അള്ളാനെ ഓർത്ത് നിങ്ങളൊന്നും എനിക്ക് ചെയ്തു തരണം, അള്ളാന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, ആ പറഞ്ഞത് സത്യസന്ധവും ന്യായവുമാണെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുത്ത് കുടുങ്ങുന്ന അവസ്ഥയില്ല എങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുത്തേ മതിയാവും. കാരണം അവൻ അള്ളാഹുവിനെ മുൻനിർത്തിയാണ് ചോദിച്ചത്. നീ അള്ളാഹുവിന്റെ മഹത്വം മറ്റാരെക്കാളും അംഗീകരിക്കുന്നവനാണെങ്കിൽ അള്ളാന്റെ പേര് പറഞ്ഞ് ചോദിച്ചത് നിറവേറ്റി കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണത്. മൻ സഅല ബില്ലാഹ് ഫഅതൂഹ്. ആരല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നോ നീ അത് നിറവേറ്റി കൊടുക്കണം. നമ്മൾ ഇക്കാലഘട്ടത്തിൽ പ്രത്യേകം നമുക്ക് പറയേണ്ടതില്ലല്ലോ, ഈ വിഷയം യാചനയും ചോദ്യവും ഇരക്കലൊക്കെ ചൂഷണമായി അതൊരു പ്രൊഫഷനായി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, തട്ടിപ്പ് വീരന്മാരായി. അതൊരു വശത്തുണ്ട്. ആ കൂട്ടത്തിൽ ന്യായമായി ഗതികേടുകൊണ്ടൊരു നിവൃത്തിയില്ലാതെ കൈനീട്ടുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അവരുടെ ചോദ്യം ന്യായമാണെങ്കിൽ അവർ അള്ളാനെ മുൻനിർത്തി നമ്മുടെ ദീനിന്റെ എന്തെങ്കിലും പ്രത്യക്ഷ ചിഹ്നങ്ങൾ കണ്ട് നമ്മളെങ്കിലും സഹായിക്കും എന്ന പ്രതീക്ഷയിലായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് നമ്മളിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടി കൈനീട്ടുക. അള്ളാഹിനോർത്ത് നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. ചൂഷണത്തിനിടയിൽ ന്യായമായ ആവശ്യമുള്ളവരെ നമ്മൾ തള്ളിക്കളയരുത്. അള്ളാഹിനെ മുൻനിർത്തിയാണ്, ദീനിനെ മുൻനിർത്തിയാണ് പരിഗണിച്ചാണ് അവർ ചോദിക്കുന്നുവെങ്കിൽ നമ്മൾ നിറവേറ്റി കൊടുക്കണമെന്നാണ്. ഇതാണ് അഞ്ചാമത്തെ കാര്യം. എന്തുകൊണ്ടത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം മറ്റാരെക്കാൾ അംഗീകരിക്കുന്നവനാണ്. തഅലീമുള്ളയുടെ ഭാഗമാണ്. അള്ളാഹിനെ വെച്ചിട്ടാണ് ചോദിച്ചത്, അതുകൊണ്ട് ചെയ്തു കൊടുക്കാമെന്നാണ്. ഇതാണ് ആറാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, ഇദാ അഖ്സമ അലൈക അഹദുൻ ഫഇന്ന തഅലീമ അല്ലാഹി അസ്സ വജല്ല യഖ്തളി അൻ തബറ ഖസമഹു. ഒരാള് അള്ളാഹിനെ സത്യം ചെയ്തുകൊണ്ട് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഈ ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ മറ്റു ചില റിപ്പോർട്ടുകൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 6 ഹക്കുകൾ പറയുന്നത്: കണ്ടാൽ സലാം പറയണം, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം, രോഗിയായാൽ സന്ദർശിക്കണം, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ റഹ്മക്കല്ലാഹ് പറയണം, മരിച്ചാൽ ജനാസയെ അനുഗമിക്കണം, സദുപദേശം തേടിയാൽ നസീഹത്ത് കൊടുക്കണം. ഇങ്ങനെ 6 ഹക്കുകൾ പറഞ്ഞ ഹദീസുകളുണ്ടല്ലോ. ഈ 6 ഹക്കുകൾ പറഞ്ഞ കൂട്ടത്തിൽ 7ാമതൊരു ഹക്കായി, അതല്ലെങ്കിൽ ഈ ഹദീസിൽ അവൻ ആക്രമിക്കപ്പെട്ടാൽ, ദുൽമ ചെയ്യപ്പെട്ടാൽ അവനെ സഹായിക്കണമെന്ന് കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസിൽ 5 കാര്യങ്ങളുണ്ട്. 7ാമതായ ഒരു ഹക്ക് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയിൽ മുസ്ലിമുള്ള ഹദീസാണ്. 7ാമത്തെ ഹക്ക് എന്താ? ഒരു മുസ്ലിമിനോട് അവനെ കണ്ടാൽ സലാം പറയുന്നത് പോലെ, അവൻ രോഗിയായാൽ സന്ദർശിക്കുന്നത് പോലെ, അവൻ തുമ്മി അൽഹംദുലില്ലാഹ് പറഞ്ഞ റഹ്മക്കല്ലാഹ് എന്ന് പ്രതിവചിക്കുന്നത് പോലെ, അവന്റെ ക്ഷണം സ്വീകരിക്കുന്നത് പോലെ ഒരു മുസ്ലിമിനോടുള്ള ഹക്കാണ് ഇബ്റാറുൽ മുഖ്സിം. അവൻ അള്ളാനെ പിടിച്ച് സത്യം ചെയ്ത ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെട്ടാൽ നീ അത് ചെയ്തു കൊടുക്കണം. അത് എങ്ങനെയാണെങ്കിൽ ന്യായമായ കാര്യമാണ്. അത് തീർത്തും ഭൗതികമായ കാര്യം തന്നെ ആകട്ടെ. ഒരു വാപ്പ മോനോട് പറയണം, മോനെ അള്ളാണ് നീ ഇത് ചെയ്യണം, നിസ്കരിക്കണം, നോമ്പ് വെക്കണം എന്നുള്ളതല്ല, അതെന്തായാലും പറയണം. ഒരു ഭൗതിക, ആ പീടിയിൽ പോയി ആ സാധനം വാങ്ങിക്കൊണ്ടടാ, സിഗരറ്റ് വാങ്ങാനല്ലേ, ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ സത്യം പിടിച്ചിട്ട് മക്കളെ ചൂഷണം ചെയ്യാൻ പറ്റരുത്, അതല്ല പറഞ്ഞത്. മറിച്ച് ന്യായമായ ഒരു കാര്യം, അത് ദുന്യവിയായ ഒരു കാര്യമാണെങ്കിൽ വരെ
നീ അത് ചെയ്തേ തീരൂ, നീ അത് ചെയ്യണം, അല്ലാഹുവാണ് നീ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മക്കളാണോ ചെയ്തു കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു കാര്യം നീ ചെയ്യരുത്, അള്ളാഹുവാണ്, അതായത് അള്ളാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യരുത് എന്നല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മറിച്ച് ന്യായമായൊരു കാര്യം, അത് തീർത്തും ഭൗതികമായ ഒരു കാര്യം, നീ അത് ചെയ്യാൻ പാടില്ല മോനെ, നിനക്ക് ദോഷം ചെയ്യും, അള്ളാഹുവിനെ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കണം. അത് ചെയ്യാതിരുന്നാൽ, അതല്ലെങ്കിൽ അത് ചെയ്താൽ നമുക്ക് വലിയ മഫ്സദത്തും ദോഷവും ഇല്ലെങ്കിൽ അവിടെ അത് ശ്രദ്ധിക്കണം. അള്ളാഹു അവന്റെ ദീനിൽ ഒരു കാര്യം അവന്റെ അടിമകൾക്ക് പ്രയാസങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഒരാൾ സത്യം ചെയ്ത് അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് നിരുപാധികം ചെയ്യണം എന്നല്ല, മറിച്ച് അത് ചെയ്താൽ, ഇപ്പൊ രാത്രി എല്ലാ മനുഷ്യന്മാരും ഉറങ്ങുന്ന സമയത്ത് പള്ളിക്കാട്ടിൽ പോയി അവിടുത്തെ ഞാവൽ മരത്തിന്റെ മേലെ കയറിയിട്ട് 1 കിലോ ഞാവൽപ്പഴം പറിച്ചുകൊണ്ടിരണം, അള്ളാഹുവിനെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നമുക്ക് അത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല, നമുക്കത് പ്രയാസമുണ്ടാകുന്ന കാര്യമാകരുത്, നമുക്ക് വലിയ ദോഷവും മഫ്സദത്തും ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ചെയ്യരുത്, അത് ചെയ്യണമെന്നല്ല. അതല്ലാതെ നമുക്ക് കഴിയുന്ന കാര്യം നമുക്കത് ചെയ്തു കൊടുത്തുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല. തീർത്തും ഭൗതികമാണെങ്കിലും ശരി അത് ചെയ്യണമെന്നാണ്. കാരണം അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് അത് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അള്ളാഹിനെ മുൻനിർത്തിയിട്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത്. നീ ഇന്നവിടെ പോണ്ട, കൂട്ടുകാരടുത്ത് പോവാണ്, നീ പോണ്ട, അത് ഹറാമിനാണെങ്കിൽ അത് ഗൗരവമാണ്. അതിൽ കേവലം ഒരു ഹലാലായ കാര്യം നീ അത് ചെയ്യണ്ട, ഒരു ഹലാലായ കാര്യം ചെയ്യണ്ട, അള്ളാഹുവാണ് നീ ചെയ്യണ്ട. നമുക്ക് ചെയ്യാതിരുന്നാൽ നഷ്ടമൊന്നുമില്ല, ദോഷമില്ല എങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കണം. ചെയ്യാൻ തുനിഞ്ഞാൽ നമുക്ക് നഷ്ടവും ദോഷവും ചെയ്യണം. ചെയ്യുന്ന ആള് ആ സത്യം ചെയ്യുന്നത് സത്യസന്ധമായിട്ടായിരിക്കണം. കള്ളസത്യം ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചൂഷണം ചെയ്യുന്ന ആളുകളാവാൻ പാടില്ല. എന്നാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ്. കാരണം അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് ആവശ്യപ്പെട്ടത്. ഇത് ഭൗതികമായ കാര്യങ്ങളാണെങ്കിൽ നോക്കൂ, നിങ്ങൾ ഇന്ന് എത്ര വാപ്പാരാണ് മക്കൾ നിസ്കരിക്കാതെ ദീനിയായി ജീവിക്കാതെ ഹറാമുകൾ ചെയ്ത്, അള്ളാഹുവിനെ മോനെ നീ ഇതൊന്നും ഒഴിവാക്കി, ഈ ഹറാം ഒഴിവാക്ക്, നിന്റെ വൃത്തികേട് ഒഴിവാക്ക്, പടച്ചോനെ മുൻനിർത്തി നിന്നോട് ഞാൻ പറയട്ടെ, നീ നിസ്കരിക്ക്, 5 നേരം നീ ഒരു മുസ്ലിമായി ജീവിക്ക് എന്ന് പറഞ്ഞിട്ടും ധിക്കാരം കാണിച്ച് അവരോട് കയർക്കുന്ന മക്കളെയും ചെറുപ്പക്കാരെ നമുക്ക് കാണാം. അതെത്ര ഗൗരവമായിരിക്കും. ഒരു ഭൗതികമായ കാര്യമാണെങ്കിൽ പോലും അള്ളാഹിനെ മുൻനിർത്തി പറഞ്ഞാൽ ചെയ്തു കൊടുക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിരിക്കെ, അതുപോലെ തന്നെ നേരെ തിരിച്ചും അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്ത്, അതല്ലെങ്കിൽ സത്യം ചെയ്യാതെ തന്നെ ഹറാമുകൾ ചെയ്യാൻ നിർബന്ധിക്കുക. മോന് അവന് ദീനിയായ ക്ലാസുകളും മറ്റൊക്കെ കേട്ട് താടി വെക്കാൻ തുടങ്ങി, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ തുടങ്ങി, കൃത്യമായ നിസ്കാരം തുടങ്ങി, വഴിവിട്ട ജീവിതം അവൻ ഒഴിവാക്കി ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ തുടങ്ങി. എന്നിട്ട് അള്ളാഹിനെ പിടിച്ച് നീ ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും, എന്റെ മയ്യത്ത് ഇവിടെ കാണേണ്ടി വരും, അല്ലെങ്കിൽ എന്റെ യാദൃശ്യം വിട്ടിട്ടില്ലെങ്കിൽ എന്റെ മയ്യത്ത് പോലെ എന്നെ കാണിക്കൂല. ഇങ്ങനെ അള്ളാഹിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്ന എത്ര ആളുകളുണ്ട്, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹിനെ മുൻനിർത്തി ന്യായമായ ഒരു സത്യം ചെയ്ത ഒരാൾ ന്യായമായ ഒരു ആവശ്യം ആവശ്യപ്പെട്ടാൽ നമുക്കത് സാധിക്കുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടാൽ, ചെയ്യാതിരുന്നാൽ നമുക്ക് ദോഷമില്ലെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കണം. ഇത് അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കുന്നവരുടെ അടയാളമാണ്, പ്രവർത്തനത്തിൽ പ്രകടമാകുന്നതിന്റെ അടയാളമാണ്. ഇതാണ് 7ാമത്തെ കാര്യം. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? 8ാമത്തെ കാര്യം 8ആണോ 9ആണോ? 7ാമത്തെ കാര്യം. 6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 7ാമത്തെ കാര്യം, ആരെങ്കിലും അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്താൽ ആ സത്യം നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ പിടിച്ച് ആരെങ്കിലും സത്യം ചെയ്താൽ, വല്ലാഹി എന്ന് പറഞ്ഞ ഒരാൾ ഒരു സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അവനെ വിശ്വസിക്കണം. നേരത്തെ പറഞ്ഞ വീണ്ടും ആവർത്തിക്കാണ്, വല്ലാഹി എന്ന് പറഞ്ഞിട്ട് കള്ളസത്യം ചെയ്യാനാണെങ്കിലോ അവനാണ് ഏറ്റവും വലിയ വഞ്ചകൻ, അവനെ പോലെ വേറെ കള്ളനില്ല. അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് കള്ളം പറയുകയാണെങ്കിൽ അത് വലിയ ദുരന്തമാണ്. ഈ സത്യം ചെയ്യുന്ന ആള് സത്യസന്ധനാണ്, അനാവശ്യമായി സത്യം അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യുന്ന ആളല്ല, അയാൾ മാന്യനാണ്, ദീനിയാണ്, അള്ളാഹിനെ പേടിക്കുന്ന ആളാണ് എന്ന അറിവാണെങ്കിൽ, നമുക്കറിയുമെങ്കിൽ അവൻ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തൊരു കാര്യം അവന്റെ നിലപാട് അള്ളാഹുവാണ്, ഇന്നെ വിശ്വസിക്കണം, ഞാൻ ചെയ്തിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് സ്വന്തം ദീനിയായ സഹോദരങ്ങൾ അവന്റെ സാമ്പത്തിക ഇടപാടിലോ അവന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒന്നിലും ഒരു മോശവും പറയാനില്ലാത്ത ആളുകൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ അവനൊന്ന് കളവാക്കുക. അവന് പിന്നെ ഇല്ലാത്ത ആരോപണങ്ങളില്ല. ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് പിന്നെ ദീനി തന്നെ പുറത്താക്കുന്ന അവസ്ഥയാണ്. അവന് പറഞ്ഞിട്ടില്ല, ഞാൻ അറിയില്ല
എന്ന് പറയുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ ദീനി പ്രബോധന രംഗത്താണെങ്കിൽ ശിർക്ക് ആരോപിക്കുക, കുഫ്ർ ആരോപിക്കുക, തീവ്രവാദം ആരോപിക്കുക. സക്കരിയ സ്വലാഹി റഹിമഹുല്ല അദ്ദേഹത്തെ ഓർമ്മ വരികയാണ്. അദ്ദേഹത്തിന്റെ അവസാനം വരെ ഒരു പുരുഷായുസ് മുഴുവൻ എന്തിനെതിരെയാണോ പടപൊരുതിയത്, ഷിർക്കിനെതിരെ, തൗഹീദിനു വേണ്ടി ഘോരഘോര ശബ്ദിച്ചിട്ടാണ് ആ മഹാമനീഷി മരണപ്പെട്ടത് റഹിമഹുല്ലാ റഹ്മത്തൻ വാസിഅ. എന്നിട്ട് ആ മനുഷ്യനെതിരെ ഷിർക്ക് ആരോപിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവർ അള്ളാഹിനെ പേടിക്കുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി സംസാരിച്ച് അവന്റെ തൗഹീദ് വിളംബരം ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം അതിലായി മരിച്ചുവെന്ന് റഹിമഹുല്ലാ. എന്നിട്ടും ആ മനുഷ്യനെതിരെ ഷിർക്ക് ആരോപിക്കുക. തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അവരുടെ കിതാബുകൾ അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രബോധകന്മാർക്കെതിരെ തീവ്രവാദികളാണ്, ഖവാരിജുകളാണ്, ISSന്റെ വക്താക്കളാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് 40 വട്ടം പിന്നാലെ കൂടുന്നവരാണ്. അവരെ പിന്നാലെ കൂടിയാ നിങ്ങളുടെ ജീവിതം പോയി, നിങ്ങളും കാരാഗ്രഹത്തിൽ അഴിയണ്ണി കിടക്കേണ്ടി വരും. ഇങ്ങനെ ഒരടിസ്ഥാനവുമില്ലാത്ത ദുരാരോപണങ്ങൾ തങ്ങളുടെ വിശാലമായ അധികാരത്തിന്റെയും അതുപോലെ തന്നെ സംഘടനാ പിൻബലത്തിന്റെയും എന്താ പറയാ സ്റ്റാറ്റസ് ഉപയോഗിച്ച് ദഅവത്ത് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. അവരെല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ നമുക്ക് പറയാനുള്ളൂ. ആരാണെങ്കിലും തിരിച്ച് സംഘടനക്കാരെ സംഘടനയില്ലാത്തവരെ ആരോപിക്കുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഒരാളെക്കുറിച്ചും അന്യായമായി, പ്രത്യേകിച്ച് മുവഹിദുകളെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻനിർത്തി സംസാരിക്കുന്നവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവിശ്വാസം വെച്ച് പുലർത്താൻ പാടില്ല. അപ്പൊ അള്ളാഹുവിനെ പിടിച്ച് ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ആ സത്യം അംഗീകരിക്കണം. അതാരാണെങ്കിലും ശരി. അവൻ കള്ളസത്യം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുള്ളിടത്തോളം കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണത്. ലാ തഹ്ലിഫു ബി ആബാഇക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മൻ ഹലഫ ബില്ലാഹി ഫൽയസ്ദുഖ്, ആരെങ്കിലും അല്ലാഹനെ പിടിച്ച് സത്യം ചെയ്താൽ നിങ്ങൾ ആ സത്യം അംഗീകരിക്കണം. അഫൻ മൻ ഹലഫ ബില്ലാഹി ഫൽയസ്ദുഖ്, ആരെങ്കിലും അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്താൽ അവന്റെ സത്യം സത്യസന്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടോ. നിസ്കാരത്തിന് എത്ര മണിക്കാ? നിസ്കാരം എത്ര മണിക്കാ? 5 മിനിറ്റ്. പെട്ടെന്ന് അവസാനിപ്പിക്കണം. ബാങ്ക് കേൾക്കുന്നുണ്ടോ? അപ്പൊ ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യുന്ന സത്യസന്ധമായി സത്യം ചെയ്യണം. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് കളവ് പറയാൻ പാടില്ല. വമൻ ഹുലിഫ ലഹു ബില്ലാഹി ഫൽയർള, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിടിച്ച് സത്യം ചെയ്ത ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ തൃപ്തിപ്പെടണം, ആ സത്യം അംഗീകരിക്കണം. അങ്ങനെ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത ഒരാളുടെ സത്യം നമ്മൾ അംഗീകരിച്ചില്ല എങ്കിൽ ഫലൈസ മിനല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് നിന്ന് അവനൊരു ഓഹരി ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് നിന്ന് പരലോകത്ത് അവനൊരു ഓഹരിയും ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ കൈയൊഴിയുന്നതാണ്. അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്ത ഒരാളുടെ സത്യം നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ സത്യം ചെയ്തിട്ടും നിരപരാധിത്വം തെളിയിച്ചിട്ടും അത് വീണ്ടും നമ്മൾ ആരോപിക്കുകയാണെങ്കിൽ, നമ്മൾ അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഒരു പങ്കുണ്ട്. ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും ചിലപ്പോൾ, അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഒരു പങ്കുമില്ല എന്നാണ്. അതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് 7ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം, അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെങ്കിലും തൊട്ടതിനും പിടിച്ചതിനും അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് കള്ളസത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്താൽ ഒരാളുടെ സത്യം നമ്മൾ അംഗീകരിക്കണം. അള്ളാഹിനെ മുൻനിർത്തി അള്ളാഹിനെ സത്യം ചെയ്ത് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കണം, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻനിർത്തി ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യേണ്ടത് അവശ്യഘട്ടങ്ങളിൽ മാത്രമാണ്, അത്യാവശ്യത്തിന് മാത്രമാണ് അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യേണ്ടത്. തൊട്ടതിനും പിടിച്ചതിനും എന്തിനും ഏതിനും സത്യം ചെയ്യാന്നുള്ളത് മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ അടയാളമല്ല, അത് മുനാഫിക്കുകളുടെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ അടയാളമായി പഠിപ്പിച്ചു. അതുപോലെ തന്നെ അള്ളാഹു സൂറത്തുൽ മുനാഫിഖൂനിൽ പറഞ്ഞു, എന്ത്? ഇത്തഖദു ഐമാനഹും ജുന്ന, അവര് സത്യങ്ങളെ പരിചയാക്കി വെച്ചു. അതായത് ഉള്ളിൽ കുഫ്രാണല്ലോ, ഇവരെ കുഫ്റിനെ എങ്ങാനും മുസ്ലിമീങ്ങൾ തിരിച്ചറിയോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇത് പുറത്തേക്ക് വരാതിരിക്കാൻ എപ്പോഴും സത്യം ചെയ്തവരെന്ത് ചെയ്യും? സേഫാക്കും. അല്ലാഹി വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അവരെ കുഫ്റിനെ ആളുകൾ അറിയാതിരിക്കും. അങ്ങനെ മറയായിട്ടാണ് അവർ സത്യത്തെ സ്വീകരിച്ചത്. അതുകൊണ്ട് എപ്പോഴും എന്തിനും ഏതിനും വല്ലാഹി 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 എന്ന് സത്യം ചെയ്യാന്നുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കണം. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വല്ലാഹി വല്ലാഹി പറയാന്നുള്ളത് പാടില്ലാത്തതാണ്. കാരണം ആരുടെ പേരാണ് ഈ പറയുന്നത്? മഹാനായ റബ്ബിന്റെ പേരാണ്. എന്തിനും ഏതിനും ഇത് പറയാന്നുള്ളത് ശരിയായ രീതിയല്ല. കൂട്ടത്തിൽ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ,
കച്ചവടം ചെയ്യുമ്പോൾ സത്യം ചെയ്യുന്ന ആളുകളുണ്ട്. കള്ളസത്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. കള്ളസത്യം എന്തായാലും കളവാണ്. ന്യായമായും സത്യസന്ധമായും നമ്മുടെ ശരിയായ ഉൽപ്പന്നം അതിന്റെ ശരിയായ ക്വാളിറ്റി പറഞ്ഞ് ഇത് സത്യമാണ് വല്ലാഹി നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം എന്ന് പറയരുതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹലിഫു മുനഫിഖത്തുൽ ലിസ്ലഅതി മുംഹിഖത്തുൽ ബറക. സത്യം ചെയ്യൽ നിന്റെ കച്ചവടച്ചരക്കിന് വിറ്റഴിക്കും. ന്യായമായ സത്യം നിന്റെ പക്ഷേ നിന്റെ കച്ചവടത്തിലെ ബറക്കത്തിന് മായ്ച്ചു കളയും. ഇത് സ്വഹീഹ് ബുഖാരിയിൽ മുസ്ലിമിൽ വന്ന ഹദീസുകളാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ്, ഇയ്യാകും വകത്രത്തിൽ ഹൽഫി ഫിൽ ബൈ. കച്ചവടത്തിൽ സത്യം അധികരിപ്പിക്കുന്നത് നീ സൂക്ഷിക്കണം. സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസ്. ഇത് കള്ളസത്യത്തെ കുറിച്ചല്ല പറഞ്ഞത്, ന്യായമായ സത്യം തന്നെ. സത്യം ചെയ്തിട്ട് നമ്മുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ നമ്മളതൊരു മറയാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണെന്നറിയോ? കച്ചവടച്ചരക്ക് ഇത് വിറ്റഴിക്കുന്നു പറഞ്ഞു നേരത്തെ ഹദീസിൽ. സത്യം ചെയ്താൽ കച്ചവടച്ചരക്ക് നമ്മളിത് സത്യമാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. അപ്പോൾ ദീനും രൂപമൊക്കെ കണ്ടിട്ട് ആളുകൾ അത് വാങ്ങും, അത് വിറ്റഴിക്കപ്പെടും. പക്ഷെ ബറക്കത്തില്ലാതാകുന്നു പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. പിൽക്കാലത്ത് ചിലപ്പോ നിന്റെ കട കത്തിപ്പോയേക്കാം, വെള്ളം കയറിയേക്കാം, വെള്ളപ്പൊക്കം, നിനക്ക് അപ്രതീക്ഷിതമായ ലോസ് ഉണ്ടാകാം, മോഷണം നടന്നേക്കാം, സാധനങ്ങൾ അപ്രതീക്ഷിതമായി എവിടെയെങ്കിലും ഈ സാധനം വരുന്ന ഇറക്കുമതി ചെയ്യുന്നിടത്ത് ബ്ലോക്ക് ആവുകയോ കെട്ടിക്കിടന്ന് ചീഞ്ഞ് നശിച്ചൊക്കെ പോകാം. ഇങ്ങനെ പ്രതീക്ഷിക്കാതെ നഷ്ടം സംഭവിക്കുക, അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. എന്തുകൊണ്ട്? നിന്റെ ഭൗതികമായൊരു നേട്ടത്തിന് വേണ്ടി നീ അള്ളാനെ പരാമർശിച്ചു എന്നാണ്. അത്ര വില കുറഞ്ഞ അവസ്ഥയിൽ പരാമർശിക്കപ്പെടേണ്ടവനല്ല അവൻ, മഹാനാണ്. അവിടെ പോലും അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ന്യായമായ സത്യമാണെങ്കിൽ പോലും ഭൗതികമായ കച്ചവടത്തിന് വേണ്ടി അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് അവന് യോജിക്കാത്ത 10ാമത്തെ കാര്യമാണ്. 19 നമ്പർ അങ്ങോട്ട് 8ാമത്തെ കാര്യമാണ് നേരത്തെ പറഞ്ഞു. 9ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേര് യോജിക്കുന്നിടത്തല്ലാതെ നമ്മൾ പറയരുത്. ചില ആളുകൾ നേരത്തെ പറഞ്ഞല്ലേ, എന്തെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ദീനുമൊക്കെ കയറുക. ഈ വലിയ അള്ളാന്റെ ആളല്ലോടോ, ഈ വലിയ ദീൻ പറഞ്ഞു നടക്കുന്ന ആളല്ലേ, തൗഹീദിന്റെ പടുകുറ്റിയല്ലേ, എന്താ എന്റെ കഥ? അയാളുമായി എന്തെങ്കിലും ചെറിയ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മതി, പിന്നെ ദീനുമൊക്കെ കയറും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കെതിരെ തിരിയും. അതുകൊണ്ട് അതിനുമപ്പുറത്ത് കല്യാണപ്പുരയിൽ പാട്ടായി, മ്യൂസിക്കായി, സിനിമയിൽ വരെ അസ്മാഉൽ ഹുസ്ന ഉൾപ്പെടുത്തിക്കൊണ്ട് പാട്ടിറങ്ങി. ഹറാമുകൾ ചീത്ത വിളിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വത്തിന് യോജിക്കാത്ത ഈ പറഞ്ഞ വിനോദങ്ങളും കളിയിലും പാട്ടിലും കൂത്തിലുമെല്ലാം, മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞിട്ട് കല്യാണപ്പുരയിൽ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി മധുഗാന, അത്ര അള്ളാനെ പുകഴ്ത്തുന്ന പാട്ടാണ് പോലും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കുന്നതല്ല അത്. അത്ഭുതമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഖേദകരമെന്ന് പറയട്ടെ, തൗഹീദിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രബോധകൻ, ഒരു മുജാഹിദ് പ്രബോധകൻ, TM ഗഫൂർ എന്നാണ് അയാളുടെ പേര്, സൂക്ഷിച്ചോളി. ഈ പറഞ്ഞ സിനിമാ പാട്ടിൽ അള്ളാന്റെ അസ്മാഉൽ ഹുസ്ന വന്നത് ഹിഫ്ളാക്കിയിട്ട് അത് കോട്ട് ചെയ്ത് ഓനെ ഹിഫ്ളിൽ നിന്ന് എടുത്തിട്ട് അസ്മാഉൽ ഹുസ്ന പഠിപ്പിച്ചു കൊടുക്കുക. എന്തൊരു ഗതികേടാണ്! ഖുർആനിൽ ചെന്നവൻ ആവശ്യമില്ല, അത് കേൾക്കാൻ ആളുകൾ. TM ഗഫൂർ എന്നാണ് ചങ്ങായിന്റെ പേര്, ശ്രദ്ധിച്ചോളി. സിനിമാ കഥകൾ പറഞ്ഞിട്ടാണ് അയാളുടെ ദഅവത്ത് തന്നെ. സിനിമ കാണണമെന്ന് ആളുകളെ ആ ശൈത്താനിയത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. അങ്ങനത്തെ ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് പോലും ഈ പറഞ്ഞ അവന് യോജിക്കാത്ത ഇടങ്ങളിൽ നമ്മൾ പരാമർശിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ഹഫ്, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അത് നമ്മുടെ വീട്ടിൽ റമദാനാണ് വരാനിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത്, ഏറ്റവും വൃത്തിയും വെടുപ്പവും പരിഭാവനതയുമുള്ള സ്ഥലത്ത് അവിടെ സൂക്ഷിക്കണം. അള്ളാന്റെ കലാമാണ് അതിലുള്ള. ആളുകൾക്ക് ഖുർആന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയില്ല. പണ്ഡിതന്മാർ പറയുന്നു, കുട്ടികൾ ഖുർആൻ ഓതുമ്പോ തുപ്പലം തൊട്ട് പേജ് മറിക്കുമല്ലോ, അങ്ങനെ മറിക്കാൻ പാടില്ല. ഖുർആന്റെ നേരെ കാല് നീട്ടാൻ പാടില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഖുർആൻ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറയില്ലാതെ ഖുർആന്റെ നേർക്ക് കാല് നീട്ടാൻ പാടില്ല. ഖുർആനിന് മുകളിൽ നീ എഴുതുന്ന പേന വെക്കാൻ പാടില്ല. ഖുർആനിന് മുകളിൽ നീ ഖുർആൻ വായിക്കുമ്പോ നിനക്ക് കാണാൻ എളുപ്പത്തിന് കണ്ണട വെച്ചിട്ടുണ്ട്, വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിന്റെ കണ്ണട വെക്കാൻ പാടില്ല. നീ വില കൊടുത്തു വാങ്ങിയ ഒരു കണ്ണടയോ പേനയോ പോലും നിന്റെ റബ്ബിന്റെ കലാമിന് മുകളിൽ വരാൻ പാടില്ല. അത് നിന്റെ റബ്ബിന്റെ മഹത്വത്തിന് യോജിക്കുന്നതല്ല. നീ റബ്ബിന്റെ മഹത്വം അംഗീകരിക്കുന്നവനാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നതാണ്. അള്ളാഹുവിന്റെ കലാമിനും നമ്മൾ മഹത്വം കൽപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഅകൾ
അവനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അവന്റെ ആയത്തുകൾ, അവന്റെ ഹദീസുകൾ, ഇതൊക്കെ പറയുന്ന ഏടുകൾ, എഴുത്തുകൾ ഉണ്ടാവും, ലഘുലേഖ ഉണ്ടാവും, ബുക്ക് ഉണ്ടാവും, കിതാബുകൾ. അതിന് ഖുർആനിനോളം സ്ഥാനമല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ചട്ടിയും പാത്രവും കലവും നമ്മുടെ ഡ്രസ്സും അതുപോലെ തന്നെ നമ്മൾ വില കൊടുത്തു വാങ്ങിയ സോഫയും സെറ്റിയും ഇതിനേക്കാളൊക്കെ വിലയില്ലേ? അള്ളാന്റെ പേരാണ് അതിലുള്ളത്. നമ്മൾ ദുനിയാവിൽ എന്ത് വില കൊടുത്തു വാങ്ങിയാൽ അതിനേക്കാളൊക്കെ വില അള്ളാഹ് എന്നൊരൊറ്റ പേരുള്ള കിതാബ് ഉണ്ടെങ്കിൽ അതിനുണ്ട്. അതിനൊഴിവാക്കുമ്പോ, അതിനലക്ഷ്യമായിടുമ്പോ, അതിനെ ചവറ്റുകൊട്ടയിൽ നിക്ഷേപിക്കുമ്പോ അള്ളാഹുവിന്റെ മഹത്വത്തിന് നമ്മൾ യോജിക്കാത്ത പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ദീനിയായ പുസ്തകങ്ങളും കാര്യങ്ങളും, മുസ്ഹഫിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഒരു കേടുമില്ലാത്ത മുസ്ഹഫുകൾ വരെ ആക്രിക്കടയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന കഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വത്തിന് നമ്മൾ കൽപ്പിക്കുന്ന സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകേണ്ടുന്ന സന്ദർഭങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. നമുക്ക് അവസരമുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ സംസാരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം ബാറക നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.